ഗൈസ്, നിങ്ങൾ റൊണാൾഡോ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് കേട്ടു നോക്കൂ. വർഷം 1985 ഫെബ്രുവരി 5 ഒരു ബാലൻ ജനിക്കുന്നു. ചെറുപ്പം തൊട്ട് തന്നെ അവന് ഫുട്ബോളിനോട് വലിയ താല്പര്യമായിരുന്നു. ഫുട്ബോളാണ് തന്റെ പാഷൻ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആദ്യം തന്നെ ഒരു ലോക്കൽ ടീമിൽ കളിക്കുകയാണ്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ തുടക്കം. പിന്നീട് 10ാം വയസ്സിൽ നേഷ്യോളജി എന്ന ടീമിൽ ആ കുട്ടി കളിക്കുകയാണ്. അവിടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ തന്റെ 12ാമത്തെ വയസ്സിൽ ഡീസ്മാൻ പോർച്ചുഗൽ എന്ന് പറയുന്ന ടീമിൽ അദ്ദേഹം ഇറങ്ങുകയാണ്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, തന്റെ 15ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഹൃദയരോഗം ബാധിക്കുന്നു. ഡോക്ടർമാർ വിധി എഴുതുകയാണ്, ഇനി ഈ കുട്ടിക്ക് ഫുട്ബോൾ കളിക്കാനാവില്ല എന്ന്. എന്നാൽ അദ്ദേഹം നിലനിന്നിരുന്ന ക്ലബ്ബ് സ്വന്തം ചെലവിൽ തന്നെ ലേറ്റർ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പണമാകുന്ന അദ്ദേഹം ആ പണം ചെലവാക്കുന്നത് സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ഇന്നും ശരീരത്തിൽ ഒറ്റ ടാറ്റു പോലും കുത്താതെ സ്വന്തം രക്തം ദാനം ചെയ്യുന്നുവെങ്കിൽ അദ്ദേഹത്തെ നാം വിളിക്കുന്നത് CR7 എന്നായിരിക്കും. അതെ, നമ്മുടെയൊക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോ. നിങ്ങൾ റൊണാൾഡോ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോക്ക് ഞാൻ ടാർഗറ്റ് ചെയ്ത് 100 ലൈക്കാണ്. 100 ലൈക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും നമ്മൾ മെസ്സിയുടെ ലൈഫ് സ്റ്റോറി ചെയ്യുന്നതായിരിക്കും.